നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. Let's read 1 Thessalonians chapter 5 verse 16 and 17 and 18. Rejoice always, pray without ceasing, in everything give thanks, for this God's will for you in Christ Jesus. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചാകണം എന്നുള്ളതിനെ കുറിച്ചാണ്. Yeah, dear ones, last week we are thinking about living the Christian life as God's word describes it. ദൈവം നമ്മളെക്കുറിച്ച് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കുറ്റബോധത്തിലും ഒക്കെ പെട്ട് സമാധാനം നഷ്ടപ്പെട്ടവരായിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. When God expects us to live happily this Christian life, many times we are discouraged and disappointed with this life. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ വിശദമായിട്ട് ചിന്തിക്കുകയുണ്ടായി. Last week we spoke about that in detail. ഇവിടെ ഇതാ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. God expects us to be happy. ഇവിടെ കണ്ടോ, അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ 1 തെസ്സലോനിക്കർ 5:16 എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. In 1 Thessalonians chapter 5 verse 16 it says, rejoice always. അതൊരു കൽപ്പനയാണ്. That is a commandment. കൽപ്പന എന്തിനുള്ളതാ? നമുക്ക് പാലിക്കാനുള്ളതാ. What is commandment for? It is for us to obey. അതുപോലെ തന്നെ ഈ ഇതിന്റെ ഗ്രാമർ വെച്ച് നോക്കിയാൽ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. സന്തോഷിച്ചുകൊണ്ടേ ഇരിപ്പീൻ എന്നുള്ള നിലയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. If you check the tense of that sentence, it's present continuous tense, so you need to be continuously rejoicing. അങ്ങനെ കഴിയുമോ? എപ്പോഴും സന്തോഷിച്ച് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ ഒക്കും? Can we rejoice always? അതിന്റെ തൊട്ട് താഴെയുള്ള 2 വാക്യങ്ങൾ നോക്കുക. ഇടവിടാതെ പ്രാർത്ഥിപ്പി. If you see next verse, it says pray without ceasing. അടുത്തത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവി. Next verse it says in everything give thanks. അതായത് അവിടെ ആ 3 പറയുന്നത് അതിന്റെ ഒരു പൂർണ്ണതയാ പറയുന്നത്. In all this it says about the completeness or absolute of it. സന്തോഷിക്കുന്നത് എപ്പോഴും സന്തോഷിക്കണം. Rejoice, you have to rejoice always. പ്രാർത്ഥിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണം. When you pray, it should be without ceasing. സ്തോത്രം ചെയ്യുന്നത് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. In giving thanks, you have to give thanks for everything. സത്യത്തില് ഈ കാര്യങ്ങൾ ഇങ്ങനെ എടുത്താല് ഇത് പ്രായോഗികമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. If we take this verse, we think that is it practical in our day-to-day life? ഇത് ഒരുപക്ഷെ കഴിയുന്നിടത്തോളം സന്തോഷിപ്പീൻ, പറ്റുന്നിടത്തോളം പ്രാർത്ഥിപ്പീൻ, നമുക്ക് താല്പര്യമുള്ള കാര്യത്തിനൊക്കെ സ്തോത്രം ചെയ്യുവീൻ എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. If this verse was that rejoice whenever possible, pray whenever is fine, and give thanks for whatever we like. If it was like that, we would be happy with that. എന്നാൽ അങ്ങനെയല്ല. ഈ 3 കാര്യത്തിനും എപ്പോഴും ഇടവിടാതെ എല്ലാറ്റിനും എന്ന് അതിന്റെ പൂർണ്ണതയിൽ അങ്ങ് പറഞ്ഞിരിക്കുക. But here it doesn't say like that. It says that you have to rejoice always, pray without ceasing, and everything give thanks. നമുക്ക് ഇതിന്റെ അകത്തെ 16-ാമത്തെ വാക്യം മാത്രം നോക്കാം. സന്തോഷിക്കുന്നത് എങ്ങനെ വേണോ? എപ്പോഴും സന്തോഷിക്കണം. Let's look at the verse 16. Rejoice always. ഇവിടെ ഈ കാര്യം പറയുമ്പോൾ ഇത് പലർക്കും വ്യാഖ്യാനിക്കാനായിട്ട് പ്രയാസമുള്ള ഒരു ഭാഗമാണ്. This is a verse which is difficult to interpret. പലരും പറയുന്നത് ഇത് വ്യക്തിപരമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒന്നല്ല. Many say that this is something which we should not do in our individual life. മറിച്ച് പൊതുവായ ആരാധന, പൊതുവായി ഇതുപോലെ ഒരു കൂടിവരവിൽ വരുമ്പോൾ എല്ലാവരും മൊത്തത്തിൽ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും വേണം എന്ന നിലയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. Some people interpret that this should be done only when we come together to worship the Lord. Only then we need to rejoice always. 1 തെസ്സലോനിക്കരും 2 തെസ്സലോനിക്കരും ആ 2 പുസ്തകങ്ങളെ കുറിച്ചുള്ള മെസ്സേജ്, അതിന്റെ ഒരു മെസ്സേജ് എഴുതിയിരിക്കുന്ന ജോൺ സ്റ്റോട്ട് എന്ന് പറഞ്ഞ ദൈവദാസൻ ഈ നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
One God servant named John Stott. Yeah, yes, described First Thessalonians, Second Thessalonians like this. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് വ്യക്തിപരമായിട്ട് യാഥാർത്ഥ്യമാകേണ്ടതല്ല, മറിച്ച് നമ്മുടെ കൂടിവരവില് എല്ലാവരും കൂടെ വന്ന് മുഴുവൻ പേരൂടെ ചേർന്ന് സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും വേണം എന്നുള്ള നിലയിലാണ്. Yeah, he has mentioned that this is not for individual life, but for when everybody comes together as a church, then we have to rejoice and pray and give thanks. എന്നാൽ നമ്മൾ നോക്കുക, ഇത് ഇവിടെ മാത്രമല്ല, മറ്റു പല ഭാഗങ്ങളിലും വ്യക്തിപരമായി നമ്മൾ സന്തോഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. But when we look at the Bible, it's many other places also that says that we need to rejoice individually. അപ്പോൾ ഈ ഒറ്റ വാക്യം വെച്ചിട്ട് ഇത് കൂടിവരവിൽ മാത്രമാണ് എന്ന് പറയുന്നത് ശരിയാകുകയില്ല. വ്യക്തിപരമായിട്ട് സന്തോഷിക്കാൻ ധാരാളം വാക്യങ്ങളുണ്ട്. If we just take this verse and say that it is when we come together we need to rejoice, that is not correct. But there's many other verses also which says that we need to rejoice individually or personally. അതുപോലെ തന്നെ നമുക്കറിയാം, വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാത്ത ഒരു കാര്യം, ഒരു മീറ്റിങ്ങിന് 2 മണിക്കൂർ വന്ന ഒരു ചടങ്ങ് പോലെ ഒന്ന് പെർഫോം ചെയ്ത് പോകുന്നത് നമ്മൾ ഈ ദൈവവചനത്തിലെ കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നില്ല. If it is not true in our individual or personal life, if we come to a church for 2 hours and do it, it's more like an acting. നമ്മളൊരു മീറ്റിങ്ങിൽ വന്നിട്ട് എന്തോ ഒരു പെർഫോമൻസ് നടത്തുന്നതല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആ കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ 6 ദിവസം ഉണ്ടാകണം. അതിൻ്റെ തുടർച്ചയും ഭാഗവുമാണ് 7ാമത്തെ ദിവസം മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. God is not impressed with what we perform 2 hours on a Sunday, but it should be true in our day-to-day life, all the 6 days of a week. So it will come to the 7th day also. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ചാൽ ഈ വാക്യത്തെ നമുക്ക് കേവലം മീറ്റിങ്ങിൽ എല്ലാവരും കൂടെ ചേർന്ന് സ്തോത്രം ചെയ്യുന്നതും സ്തുതിക്കുന്നതും സന്തോഷിക്കുന്നതും അങ്ങനെ ഒതുക്കി നിർത്താനൊക്കെയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ 6 ദിവസവും നമ്മൾ എപ്പോഴും സന്തോഷിക്കണം എന്ന് തന്നെയാണ്. This word doesn't say that we need to rejoice and pray and thanks only during the Sunday, but day-to-day life in our 6 days of a week also. നമുക്കറിയാമല്ലോ, ഇത് മൂലഭാഷയിലെ ഗ്രീക്കിലെ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണ് എപ്പോഴും സന്തോഷിപ്പിക്കുക. In Greek, this is the smallest words in the Bible, rejoice always. ഇംഗ്ലീഷിൽ വരുമ്പോൾ യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളതാണ് ഏറ്റവും ചെറിയ വാക്യം. In English translation, Jesus wept is the smallest verse. അപ്പോൾ നോക്കുക, എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത് ഇത് എങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരും? Rejoice always. How does it become practical in our life? നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സന്തോഷിക്കാൻ ഈ വാക്യമല്ലാതെ വേറെയും പല വാക്യങ്ങളുണ്ട്. I just mentioned that there are other verses also which says the same meaning. പഴയ നിയമത്തിലും ധാരാളം വാക്യങ്ങളുണ്ട്, പുതിയ നിയമത്തിലും ധാരാളം വാക്യങ്ങളുണ്ട്. In Old Testament and in New Testament there are many other verses. എനിക്ക് ഈ വാക്യങ്ങളൊക്കെ പലതും എടുത്ത് വായിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ സമയച്ചുരുക്കം കൊണ്ട് എല്ലാം വായിക്കുന്നില്ല. ചുരുക്കമായിട്ട് 3-4-5 വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു വായിക്കാമെന്ന് വിചാരിക്കും. I'll read two or three verses which has the same meaning. 149 സങ്കീർത്തനത്തിന്റെ 2ാമത്തെ വാക്യം നോക്കുക. Psalms 149 verse 2. 149:2 പറയുന്നത്, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ എന്നാണ്. ബി ഗ്ലാഡ്, റിജോയ്സ്, ഈ 2 കാര്യം അവിടെ ആ വാക്യത്തിൽ വരിക. Psalms 149 verse 2, let the Israel be glad in his maker, let the sons of Zion rejoice in their king. 100ാമത്തെ സങ്കീർത്തനത്തിന്റെ 2ാമത്തെ വാക്യം നോക്കുക. 100ാം സങ്കീർത്തനം 2ാമത്തെ വാക്യം. Psalms 100 verse 2. അവിടെ പറയുന്നത്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ എന്നാണ്. Serve the Lord with gladness, come before him with joyful singing. ഗ്ലാഡ്നസ്, ജോയ്ഫുൾ സിംഗിങ്, ഇത് കേവലം മീറ്റിങ്ങിൽ ഒതുക്കി നിർത്തുന്നതല്ല. Being glad and singing joyfully is not just for a meeting. സന്തോഷത്തോടെ യഹോവയെ 6 ദിവസം സേവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 7ാം ദിവസം ദൈവത്തെ ആ നിലയിൽ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുന്നത്. If we serve the Lord with gladness all the 6 days of our week, then the 7th day we come before him with joyful singing. 32ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമായ സങ്കീർത്തനമാണ്. അതിന്റെ 11ാം വാക്യം നോക്കുക. 32. Psalms 32 verse 11.
It's a very familiar verse for us. അവിടെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന നീതിമാന്മാരെ നമ്മളോട് പറയുകയാണ്, യഹോവയിൽ സന്തോഷിച്ചാനന്ദിക്കുവീൻ. It says, "You righteous one," that is about us. "Be glad in the Lord and rejoice, you righteous one, and shout for joy, all who are upright in heart." ഇത് മീറ്റിംഗിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല അവിടെ പറയുന്നത്. This is not something we need to do only during the meeting. നോക്കുക, പഴയ നിയമത്തിൽ നിന്നാണ് നമ്മൾ 3 വാക്യങ്ങൾ കണ്ടത്. We read 3 verses from Old Testament. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധാരാളം വാക്യങ്ങളുണ്ട്. എങ്കിലും കർത്താവ് പറഞ്ഞ ഒരു വാക്യം മത്തായി 5:12. In New Testament also there are many such verses. Let's read one verse from Matthew chapter 5 verse 12. അവിടെ കർത്താവ് പറയുന്നത്, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, യുവർ റിവാർഡ് ഇൻ ഹെവൻ ഈസ് ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ടെന്ന്. സ്വർഗത്തിൽ പ്രതിഫലം വലുതാണ്, അതുകൊണ്ട് സന്തോഷിക്കുകയും അങ്ങനെ ഉല്ലസിക്കുകയും ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. Matthew chapter 5 verse 12, which says, "Rejoice and be glad, for a reward in heaven is great." അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 6:23 കണ്ടോ? അവിടെ പറഞ്ഞേക്കുന്നത് ബി ഗ്ലാഡ് ആൻഡ് ലീവ് ഫോർ ജോയ്, സന്തോഷത്തോടെ തുള്ളിച്ചാടാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. In Luke chapter 6 23. 23 it says, "Be glad in the Lord, be glad in that day, leap for joy." It says us to leap for joy. കണ്ടോ, ഞാൻ പറഞ്ഞത് ഇനിയും ധാരാളം വാക്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാണാനൊക്കും. There are many such verses we can look. അപ്പോൾ ഇതൊക്കെ വിരല് ചൂണ്ടുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം എന്നാണ്. All these verses say that we should rejoice in our individual or personal life. അപ്പോഴും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്രശ്നം അവിടെ നിൽക്കുന്നു. അങ്ങനെ കഴിയുമോ വ്യക്തിപരമായിട്ട് എപ്പോഴും 24 മണിക്കൂറും 365 ദിവസവും സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ കഴിയും? Is it possible to rejoice 24 hours a day and 365 days? ഇതിന്റെ രഹസ്യം എന്താ? What is the secret behind this? പ്രിയപ്പെട്ടവരെ, നമ്മൾ 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ അതിന്റെ ഒരു ക്ലൂ നമുക്ക് കാണാനൊക്കും. When we come to 1 Thessalonians chapter 5:16, we see a secret behind it. അത് ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. It says, "For this is the God's will for you in Christ Jesus." അപ്പോൾ ക്രിസ്തുയേശുവിൽ നാം ആയിരിക്കുക, അവിടെ സന്തോഷിക്കുക, ഇതാണ് ഇതിന്റെ ആ രഹസ്യം എന്ന് പറയുന്നത്. So we have to be in Christ and rejoice in Him. നമ്മൾ ഇതിന്റെ ഈ 5-ാം അധ്യായത്തിലെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ആ 3 വാക്യങ്ങൾക്കും പ്രസക്തമാണ് ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം എന്നുള്ളത്. Verse 16, 17 and 18, for all these 3 verses it means that that is the God's will for us in Christ Jesus. എപ്പോഴും ക്രിസ്തുയേശുവിൽ സന്തോഷിപ്പീൻ, അതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. Rejoice always in Christ Jesus, that is God's will for you. ഇടവിടാതെ ക്രിസ്തുയേശുവിൽ പ്രാർത്ഥിപ്പീൻ, അതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. Pray in Christ so that is a God's will for you. എല്ലാറ്റിനായിട്ടും ക്രിസ്തുയേശുവിന് സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. For everything give thanks to the Lord, for that is God's will for you. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്നുള്ള ആ കാര്യം, ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്നുള്ളത് ഈ 3 കാര്യത്തിനും ആപ്ലിക്കബിൾ ആണ്. അതിന്റെ മൂലഭാഷയിലെ ഗ്രീക്കിലെ വ്യാകരണ നിയമപ്രകാരം എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. This is a God's will for you is applicable for all these 3 verses. That's what it says when we check in the Greek manuscripts. അപ്പോ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത് എങ്ങനെയാ അത് നമ്മൾ വായിക്കേണ്ടത്? എപ്പോഴും ക്രിസ്തുയേശുവിൽ നമ്മൾ സന്തോഷിക്കുക. How will we read rejoice always? We should read like rejoice always in Christ Jesus. ഇതേ കാര്യം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. The same thing is written in Philippians chapter 4 verse 19. 4:4. 4 verse 4. അവിടെ ഈ കാര്യം ഈ സന്തോഷത്തോട് ചേർത്ത് കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. In Philippians chapter 4 verse 4 it says, "Rejoice in the Lord always." കർത്താവിൽ, ക്രിസ്തുയേശുവിൽ എന്നുള്ളത് സന്തോഷത്തോട് ചേർത്ത് തന്നെ ഫിലിപ്പിയർ 4:4 പറഞ്ഞിരിക്കുന്നു. Here it says we have to rejoice in the Lord or in Christ Jesus. That's what it says in Philippians chapter 4 verse 4. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മൾ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിന്റെ രഹസ്യം എവിടെയാ കിടക്കുന്നത്? നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ
കർത്താവിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. When we try to solve this puzzle, we see that the secret lies that we have to rejoice in Christ Jesus. കർത്താവിലാണെങ്കിലേ, ക്രിസ്തുവേശുവിലാണെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. If we are in Christ Jesus, then only this will be possible for us. നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം നോക്കുക. Let's turn to 1 Corinthians chapter 1 verse 30. അവിടെ നമ്മളോട് പറയുന്നു, നമ്മളെ ക്രിസ്തുവേശുവിൽ ആയിരിക്കുകയും ക്രിസ്തുവിലുള്ള ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടേതായിട്ട് സ്വന്തമാക്കുകയും ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It says that you are in Christ Jesus. But 1 Corinthians chapter 1 verse 30. By doing this, you are in Christ Jesus, and there are many things mentioned what is there in Christ Jesus, and we need to do that in our life. നിങ്ങൾ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുമ്പോൾ അവനിലുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ഇതെല്ലാം നമ്മുടേതായി തീരുന്നു. When we are in Christ, then the wisdom, the righteousness, sanctification, redemption become true in our life. ഇവിടെ നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ജ്ഞാനവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അതിനോട് ചേർത്ത് സമാധാനവും സന്തോഷവും എല്ലാം കർത്താവിലുണ്ട്. അതും നമുക്ക് കൈയാളാനായിട്ട് കഴിയും. In this verse it's written about wisdom, righteousness, sanctification, redemption only, but we can add joy, peace also, which is there in Christ Jesus. അപ്പോ ഇതിന്റെ രഹസ്യം ക്രിസ്തുവേശുവിൽ ആയിരിക്കുക എന്നുള്ളതാണ്. The secret is that we have to be in Christ. നാം ക്രിസ്തുവേശുവിലായിരിക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള സന്തോഷം, കർത്താവിലുള്ള സന്തോഷം നമ്മുടെ സന്തോഷമായി. When we are in Christ Jesus, the happiness what is there in Christ is our happiness. കർത്താവിലുള്ള സന്തോഷം അത് 24 മണിക്കൂറും 365 ദിവസവും ഉണ്ട്, അതിന് കുറവില്ല. The joy in Christ is 24 hours and there is nothing lacking in that. കർത്താവിലാകുന്നതിനെ കുറിച്ചുള്ള ഇതുപോലെ 1 കൊരിന്ത്യർ 1:30 പോലെ പ്രശസ്തമായ മറ്റൊരു വാക്യമാണ് ഗലാത്യർ 2:20. Let's turn to Galatians chapter 2 verse 20. That's a similar verse like this. അവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? അവിടെയും കാണുന്നത് I have been crucified with Christ. It is no longer I, but Christ live in me എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. Galatians chapter 2 verse 20, it says I have been crucified with Christ and it is no longer I who live, but Christ lives in me. അപ്പോൾ ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിലും ഞാൻ പങ്കാളിത്തം എനിക്ക് വന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇനി മേലാൽ ഞാനല്ല, കർത്താവാണ് എന്നിൽ ജീവിക്കുന്നത്. When Jesus was crucified, we are also in him, and because of that it's no longer I who lives, but Christ who lives in me. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിച്ചു നോക്കുക. കൊലോസ്യർ 3:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Colossians chapter 1 verse. Colossians 3:1-4. Colossians chapter 3:1-4. ഞാൻ എല്ലാ ഭാഗവും വായിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. യുവർ ലൈഫ് ഈസ് ഹിഡൻ വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗോഡ്. Colossians chapter 3 verse 3, for you have died and your life is hidden with Christ in God. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ ഈ വായിച്ച 1 കൊരിന്ത്യർ 1:30 ആയാലും ഗലാത്യർ 2:20 ആണെങ്കിലും കൊലോസ്യർ 3:3 വാക്യമാണെങ്കിലും നമ്മളെ കർത്താവിലാക്കി വെച്ചിരിക്കുകയാണ്. All these 3 verses what we read, it here mentions that we are in Christ. ഈ കർത്താവിലുള്ള സമ്പന്നതയെല്ലാം നമ്മുടേതുമാണ്. All these riches which is there in Christ Jesus is ours also. കർത്താവിന്റെ നീതി അത് നമ്മുടെ നീതിയാണ്. Christ's righteousness is our righteousness also. കർത്താവിന്റെ ജ്ഞാനം നമ്മുടെ ജ്ഞാനമാണ്. Christ's wisdom is our wisdom also. കർത്താവിന്റെ സന്തോഷവും സമാധാനവും നമ്മുടെ സന്തോഷവും സമാധാനവും. Christ's joy and peace is our joy and peace also. ഇനി ഞാൻ ജീവിക്കുന്നില്ല, കർത്താവ് എന്നിൽ ജീവിക്കുകയാണ്. It's no longer I who lives, but Christ lives in me. അപ്പോൾ കർത്താവിൽ ഉള്ളത് എല്ലാം നമുക്ക് നമ്മുടേതായിട്ട് അവകാശപ്പെടാനായിട്ട് കഴിയും എന്നാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. What is there in Christ Jesus we can also have in our life. ഇതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:4 പറഞ്ഞത് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എപ്പോഴും സന്തോഷിക്കുന്നതും കർത്താവിലാണ്. That's why in Philippians chapter 4 verse 4 it says rejoice always in the Lord, and we are rejoicing always in the Lord. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് എന്താ? What did we say? എപ്പോഴും സന്തോഷിക്കുക, അത് കഴിയുമോ? Rejoice always, is it possible in our life? അത് ഇപ്പോഴും 365 ദിവസവും 24 മണിക്കൂറും സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ.
പിന്നെ അതെന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ. 365 days and 24 hours we are not able to rejoice. Why? But why it is mentioned like this? അപ്പോൾ അതിന്റെ ക്ലൂ കിടക്കുന്നത് ക്രിസ്തുവേശുവിൽ എന്നതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമായിട്ട് ഫിലിപ്പിയർ 4:4 എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് The നമ്മൾ secret is that in Christ Jesus. That's a secret there, and the same is repeated in Philippians chapter 4 verse 4. Rejoice always in Lord Christ Jesus. പിന്നെ 1 കൊരിന്ത്യരിലും ഗലാത്യരിലും കൊലോസ്യരിലെയും വാക്യങ്ങൾ എടുത്തിട്ട് നമ്മൾ കർത്താവിലാണ്, കർത്താവിലുള്ള സമ്പന്നത നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയും എന്ന് നമ്മൾ We read the verses in Corinthians, Galatians, and Colossians, and then we said that we are in Christ Jesus, so we can have the joy which is there in Christ Jesus. അപ്പോഴും പ്രശ്നം പിന്നെയും അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരളവിൽ എന്ന് എനിക്ക് തോന്നുന്നു. But I feel that there is still a problem in that. പ്രിയപ്പെട്ടവർ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമുക്ക് പ്രയോജനകരമായി തീരണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. Dear ones, please follow me. This should be beneficial for you. കർത്താവിലാണ് നമ്മൾ, സമ്മതിച്ചു. We are in Christ, that we agree. പക്ഷേ നമ്മൾ പിന്നെ ഈ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. We are still living in this world. ഈ ഭൂമി ജീവിക്കുമ്പോൾ ദുഃഖകരമായ സാഹചര്യങ്ങൾ വരികയില്ലേ? അന്നേരം എപ്പോഴും ഞാൻ കർത്താവിൽ സന്തോഷിച്ചിരിക്കുക, അതുകൊണ്ട് എനിക്ക് കരയാൻ പറ്റുകയില്ലേ? When we live in this world, many difficult time come, and then we'll think, okay, I'm in Christ, so can I cry? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പില് ഈ കാര്യത്തെ നമ്മളൊരു വികാരത്തിന്റെ തലത്തിലല്ല സന്തോഷിക്കേണ്ടത്, മറിച്ച് ഒരു നിലപാടിന്റെ അടിത്തറയിൽ നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു എന്ന ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. We should not rejoice in just being emotionally, but in the fact that we are put in Christ. വികാരത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ ഒത്തൊന്നും വരികയില്ല. We may not be able to rejoice in our emotions every time. പക്ഷെ നിലപാടിൽ, നമ്മുടെ ആ നിലയില്, സത്യത്തിൽ നമുക്ക് എപ്പോഴും കർത്താവിലായിരിക്കാൻ കഴിയും. അപ്പോഴും കർത്താവിന്റെ സന്തോഷം എപ്പോഴും നമ്മുടെ സന്തോഷമായിരിക്കാനും കഴിയും. But in the truth that we are in Christ, we can then rejoice in Him. പിന്നെ ഇത് പ്രായോഗികമാക്കുന്ന കാര്യം, How can we make it practical in our life? ഇത് ഒരു തിയറി ആയിട്ട് പറയുമ്പോൾ ഇത് എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരും? When we say the theory, we need to see how it become practical in our life. ഈ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. This is what we need to practice in our day-to-day life. അപ്പോൾ നമ്മൾ പറഞ്ഞത് കർത്താവിലാണ് നമ്മൾ ആയിരിക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും നമുക്ക് സന്തോഷിക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. We said that we are in Christ Jesus, so we are called to rejoice always. എങ്കിലും വികാരത്തിന്റെ തലത്തിൽ ചിലപ്പോൾ സങ്കടപ്പെടാവുന്ന സാഹചര്യങ്ങൾ വരാം. But in the emotional thing, we may be sad and we may cry. എങ്കിലും നിലപാടിൽ, സത്യത്തിൽ, അനുസരണത്തിൽ നമുക്ക് എപ്പോഴും കർത്താവിനോടൊപ്പം സന്തോഷിക്കുന്ന ആ സാധ്യതയിലാണ് നമ്മൾ. But we can rejoice in the Lord in the truth that we are in Christ Jesus. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞത് ബോധപൂർവം, അതുകൊണ്ട് വിഷമകരമായ സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ എന്ത് വേണം? നമ്മളെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ സത്യത്തോട് ചേർന്ന് നിന്ന് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ നമ്മളെ തന്നെ ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. When difficult time come, we need to stand at the truth that we are in Christ Jesus, and then we have to rejoice with Him. ഒരു ദുഃഖകരമായ സാഹചര്യം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളാണുള്ളത്. When a difficult situation come, there is two options for us. ഒന്നെന്ന് പറയുന്നത് ആ ദുഃഖത്തിലെ അത് കണ്ട് അങ്ങ് ദുഃഖിച്ച് വിഷമിച്ച് ഒരു പ്രത്യാശയില്ലാത്തവരെ പോലെ, ലോകമനുഷ്യരെ പോലെ നിലവിളിച്ചിരിക്കുക എന്നുള്ളതാണ് ഒരു സാധ്യത. One option is that we become discouraged and disappointed, and then we cry like the worldly people, and then as if we don't have any hope. എന്നാൽ രണ്ടാമത്തെ സാധ്യത, ഈ ദുഃഖകരമായ സാഹചര്യമാണ് എനിക്കിപ്പോൾ ഉള്ളത്. The second option is that I'm going through this difficult situation. സ്വാഭാവികമായിട്ട് മനുഷ്യത്വത്തിൽ എനിക്കിതിൽ ദുഃഖവുമുണ്ട്. As a human being, I am sad in this. എങ്കിലും കർത്താവിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ആ സത്യത്തെ കണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. But since I am in Christ Jesus, I can look at the truth that I am in Christ, and then I can rejoice. ഞാനിത് വെറുതെ പറയുന്നതല്ല, നമുക്ക് 3-4 വാക്യങ്ങൾ വേഗത്തിൽ നോക്കാം. I'm not just telling it. I will look into some few verses. നമ്മൾ നേരത്തെ പറഞ്ഞ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചല്ലോ. എപ്പോഴും
സന്തോഷിക്കാനും ഉല്ലസിക്കാനും പറഞ്ഞ ആ വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. We read Matthew chapter 5 verse 12 where it says, rejoice and be glad in the Lord. എന്നാൽ അത് ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് അതിന്റെ 11-ാം വാക്യം നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. But if you read the context in verse 11, then we'll understand. മത്തായി 5-ന്റെ 11-ഉം 12-ഉം കൂടെ ചേർത്ത് വായിച്ചാൽ മാത്രമേ നമ്മൾ എപ്പോഴാണ് അങ്ങനെ സന്തോഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത നമുക്ക് കിട്ടുകയുള്ളൂ. Matthew chapter 5 verse 11 and 12, if we read it together, then only we'll understand in what situation we have to rejoice and be glad. 11-ാം വാക്യത്തിൽ പറയുന്ന കണ്ടോ, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. Verse 11 it says, when people insult you, persecute you, and falsely say all kinds of evil against you. That is the situation there. അപ്പൊ പഴിയുണ്ട്, ഉപദ്രവമുണ്ട്, നമ്മളെ കുറിച്ച് മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഉള്ളപ്പം നമ്മുടെ മനുഷ്യത്വത്തിൽ നമുക്ക് എന്ത് പറ്റാനുള്ള സാഹചര്യമുണ്ട്. When people insult us or persecute us or they say falsely against us in our ആ സാഹചര്യത്തിൽ okay, in that situation നമ്മൾ ദുഃഖിക്കാനും വിഷമിക്കാനുമാണ് ആ സാഹചര്യമെന്നാണ് 11-ാമത്തെ വാക്യം in പറയുന്നത്. that situation we feel that we will sad and will cry. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾ ആ സാഹചര്യത്തെ ആ മുഖവിലയ്ക്ക് എടുക്കാതെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് സ്വർഗത്തിലെ നിങ്ങളുടെ പ്രതിഫലത്തെ കാണുക. But Jesus says that don't look into that situation, but look up to the heaven where your reward is there. വിശ്വാസത്തിലെ ആ കാര്യം കാണുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിപ്പാൻ നിങ്ങൾക്ക് കഴിയും. When we look at this reward in faith, then we can rejoice and be glad. ഈ സാഹചര്യം വികാരപരമായിട്ട് ദുഃഖിക്കാവുന്ന സാഹചര്യമാണ്. This is a situation where we can emotionally be sad. പക്ഷേ ആ വികാരപരമായ ആ സാഹചര്യം അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ആത്യന്തികമായിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ആ പ്രതിഫലം കണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ എന്ന് കർത്താവ്. Even though that situation is still there, we can look unto God in faith and then we can rejoice and be glad. നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. In James chapter 1 verse 2 and 3. അവിടെ യാക്കോബ് പറയുന്നത്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവി. James chapter 1 verse 2 and 3. Consider it all joy, my brethren, when you encounter various trials, knowing that this testing of your faith produces endurance. കണ്ടോ, അത് പരീക്ഷയാണ്, വിശ്വാസത്തിന്റെ പരിശോധനയാണ്, ഇതെല്ലാം ഉണ്ട്. There is testing of faith. പരീക്ഷകളുണ്ട്, പരിശോധനയുണ്ട്, ഇതിന്റെ നടുവിലാണ് നിൽക്കുന്നത്. There is various trials and tribulations. അവിടെ സന്തോഷിക്കാൻ ഒരു സാഹചര്യവും കാണുന്നില്ല. There is no situation to be joyful. പക്ഷേ കൺസിഡർ ഇറ്റ്, സന്തോഷമെന്ന് എണ്ണുവി. But it says consider it all joy. ബോധപൂർവമായ ഒരു നിലപാടാണത്. That is a decision we have to take. കണ്ടോ, സാഹചര്യം അതായിട്ടും സാഹചര്യത്തിന് മുകളിൽ ആത്യന്തിക സത്യത്തെ കണ്ട് കർത്താവിൽ സന്തോഷിക്കും. Even though the situation is not that good, but we can look at God and then decide that we will be joyful. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് ഈ കാര്യം കുറച്ചുകൂടെ പൗലോസ് തന്റെ ജീവിതത്തോട് ചേർത്ത് പറയുന്നുണ്ട്. In Philippians also Paul writes this with from his life. അതിന്റെ 2-ന്റെ 17-18 വാക്യങ്ങൾ കണ്ടോ. Philippians chapter 2 verse 17 and 18. അവിടെ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം, അതായത് ഫിലിപ്പിയരുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. Philippians chapter 2 verse 17. But even if I have been poured out as a drink offering upon the sacrifice and service of your faith, I rejoice and share my joy with you all. You too, I urge you, rejoice in the same way and share your joy with me. അവിടെ കണ്ടോ, 4 ഞാൻ സന്തോഷിക്കും, സന്തോഷിക്കും, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് 4 വട്ടം സന്തോഷിക്കാൻ പറഞ്ഞേക്കുന്നു. In this verse we see that 4 times it says you rejoice and be joy. അപ്പൊ പൗലോസ് ഇത്രയും സന്തോഷിക്കാൻ പറഞ്ഞേക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തോ
പൗലോസിന് എന്തോ സന്തോഷം തോന്നുന്ന എന്തോ കിട്ടിയെന്നാണ് നമ്മൾ വിചാരിക്കുക. When we read this verse, we may think, okay, Paul is so happy, so he would have got something. എന്നാൽ അതിന്റെ 17-ാം വാക്യത്തിൽ കണ്ടോ, നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളെ നിലനിർത്താൻ വേണ്ടി ഞാൻ രക്തസാക്ഷിയാകേണ്ടി വന്നാലും, ഞാൻ രക്തസാക്ഷിയാകുക, രക്തം ഒഴുക്കേണ്ടി വരിക, മരിക്കുക, ആ നിലയിലുള്ള സാഹചര്യത്തിലും ഞാൻ എന്തോ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു, ഞാൻ സന്തോഷിക്കും. We see that he says that even if I have to become martyr for your faith, I will rejoice and share my joy. കണ്ടോ, രക്തം ഒഴുക്കേണ്ടി വരുന്നത് സന്തോഷകരമായ സാഹചര്യമല്ല. It's a situation that you become a martyr. വികാരപരമായിട്ട് ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. Emotionally, it is very sad situation. പക്ഷെ ആ സാഹചര്യത്തെ താന് വികാരത്തിന്റെ ഒരു തലത്തിൽ തനിക്ക് ദുഃഖമുണ്ടെങ്കിൽ പോലും, even though that situation is emotionally sad, പൗലോസ് പറയുന്നു, ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ സന്തോഷിക്കാനാണ്. But Paul says, I decided that I will rejoice. അപ്പം സന്തോഷിച്ചുകൊണ്ട് സന്തോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. Here it says, I decided to rejoice. സന്തോഷമെന്ന് ഞാൻ എണ്ണാൻ തീരുമാനിച്ചിരിക്കുന്നു, യാക്കോബ് പറയും. Paul says, James says, I will consider it all joy. കർത്താവ് മത്തായി 5:12 പറയുന്നു, ഈ സാഹചര്യത്തിൽ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കാൻ തീരുമാനിക്കുക. Jesus says in Matthew chapter 5 that you rejoice and be glad in this situation. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടല്ലോ. Dear ones, I hope you are understanding what I am saying. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വികാരത്തിന്റെ തലമാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത്. When we see joy, we think it's only in the emotional way. എന്നാൽ അങ്ങനെ വികാരത്തിന്റെ ഒരു തലം ദുഃഖിക്കേണ്ട വികാരപരമായ സാഹചര്യമാണെങ്കിലും ദൈവം നമുക്കായി ചെയ്ത നന്മകൾ ഓർത്ത്, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥിതി കണ്ട്, ആ നിലപാടിൽ, ആ കാര്യത്തിൽ, ആ സത്യത്തിൽ നമ്മൾ സന്തോഷിക്കാൻ തീരുമാനിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. Even though the situation is not that good or doesn't look it's difficult for us, we can rejoice that we have kept in Jesus and what God has done for us. ജോൺ പൈപ്പർ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard about a person called John Piper. അദ്ദേഹം ഈ ഭാഗങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വിശ്വാസിക്ക് ഒരു ചുമതലയുണ്ട്. He said this verses and then said there is a responsibility for a believer. വിശ്വാസിയുടെ ചുമതല എന്താണെന്ന് അദ്ദേഹം പറയുന്നത്, ഫൈറ്റ് ഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ്. ഫൈറ്റ് ഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ്. He says the responsibility of a believer is to fight for the joy of the Lord. അതായത് കർത്താവിലുള്ള ആ സന്തോഷം പോരാടി കൈവശമാക്കണം. The joy what is there in Christ, we need to fight and then get it. അവിടെ ഒരു പോരാട്ടമുള്ളത് എന്തുകൊണ്ടാണ്? There is a fight. Why there is a fight there? വികാരപരമായിട്ട് അവിടെ സന്തോഷിക്കാൻ ഒരു സാധ്യതയില്ല. Emotionally there is no situation for us to be happy. അവിടെ രക്തം ഒഴുക്കേണ്ടി വരുന്ന സാഹചര്യം, situation where we have to pour out our blood. കഷ്ടതയും അതുപോലെ തന്നെ പരിശോധനയും ഉള്ള സാഹചര്യം. There's a trial and tribulation. വികാരപരമായിട്ട് സന്തോഷിക്കാൻ തോന്നുന്നില്ല. Emotionally we don't feel like rejoicing. എങ്കിലും സന്തോഷിക്കാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ സന്തോഷിക്കും. John Piper says that we'll fight and then rejoice. പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എന്താ? Dear ones, what does it mean? നമ്മൾ പറഞ്ഞതുപോലെ ദൈവം നമുക്കായി ചെയ്തിട്ടുള്ള, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ആ സമ്പന്നത കണ്ട് ഞാന് ധന്യനാണ് എന്നുള്ള നിലയിൽ നമ്മളെ കർത്താവിൽ നമ്മളെ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് എപ്പോഴും സന്തോഷിക്കുക. Dear ones, we see the riches and the rewards what is there in Christ and then we rejoice for it. നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞാൽ ആളുകൾക്ക് വേഗത്തില് കുറച്ചുകൂടെ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. Say a situation from the Bible. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം നോക്ക്. Acts chapter 16. 16-ാം അധ്യായം അതിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. Acts chapter 16 verse 22 to 25. അവിടെ ഞാനത് മുഴുവൻ ഭാഗവും വായിക്കുന്നില്ല, ചുരുക്കം ഞാൻ ഇങ്ങനെ പറയാം. I'm not reading the complete verse, so I'll just summarize it like this. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയാണ്. They put Paul and Silas in the prison. അവിടെ അവരെ നല്ലതുപോലെ അടുപ്പിച്ചു, കാരാഗ്രഹത്തിലാക്കുന്നതിന് മുമ്പ് നല്ലപോലെ അടുപ്പിച്ചു എന്നാണ് 22-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. In verse 22 it says they were beaten with rod.
അവരെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിച്ചു. They tore their robes and then beat them with rods. സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യമാണോ അത്? Is a situation where we can rejoice? അടി കിട്ടുമ്പോൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ വികാരതലത്തിൽ സന്തോഷിക്കാൻ ഒക്കുമോ? When we are getting beaten, then can we rejoice in our emotional? 23-ാം വാക്യം, അവരെ വളരെ അടുപ്പിച്ച ശേഷം. Verse 23 it says they struck them with many blows. കുറച്ചൊന്നുമല്ല, 1-2 അടിയല്ല, വളരെ അടുപ്പിച്ച ശേഷം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തി. It's not 1 or 2 but many. It's written many times they were beaten. വളരെ അടുപ്പിച്ച ശേഷം തടവിലുമാക്കി. And then they put into prison. അന്നത്തെ കാരാഗ്രഹം എന്നൊക്കെ പറയുന്ന വളരെ ബുദ്ധിമുട്ടേറിയ കാരാഗ്രഹങ്ങളാണ്. Prison in that time was very difficult place. അവിടെ തടവിലാക്കിയിട്ട് അവരെ സൂക്ഷ്മത്തോടെ കാക്കണം, അവരെ ആ നിലയിൽ മര്യാദ പഠിപ്പിച്ച് ജീവിപ്പിക്കണമെന്നൊക്കെ കാരാഗ്രഹ പ്രമാണിയോട് കൽപ്പിക്കുന്നു. And they commanded the jailer to guard them securely. എന്നിട്ട് അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. 24-ാമത്തെ വാക്യം. And in verse 24 it says they fastened their feet in the stocks. അപ്പോ നോക്കുക, ഇതെല്ലാമാണ് പശ്ചാത്തലം. This is the situation. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? What did we see? അവരെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് വളരെ അടിച്ചു. They tore their robes and then beat them with the rods. എന്നിട്ട് അവരെ കാരാഗ്രഹത്തിലാക്കി അവരുടെ കാല് ആമത്തിൽ ഇട്ട് പൂട്ടി. They put them into prison and then they fastened their feet in the stocks. എന്നിട്ട് അവരോട് വളരെ ഗൗരവമായിട്ട് തന്നെ പെരുമാറിക്കണമെന്ന് കാരാഗ്രഹ പ്രമാണിക്ക് ഉത്തരവും കൊടുത്തു. Told the jailer to take them very seriously or guard them securely. സമയമാണെങ്കിൽ അർദ്ധരാത്രിയാകുകയും ചെയ്തു. The time has already become midnight. അർദ്ധരാത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാഹചര്യം പോലും സന്തോഷിക്കാൻ തോന്നുന്ന ഒരു സാഹചര്യമല്ല. Midnight is a time when you don't feel like rejoicing. ആ സമയത്ത് എന്ത് സംഭവിച്ചു? 25-ാം വാക്യം, അർദ്ധരാത്രിക്കോ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. Verse 25 says, but about the midnight Paul and Silas was praying and singing hymns of praise to God. ആരെങ്കിലും വന്ന് അവരോട് ചോദിച്ചെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ എന്താ ഈ പാട്ട് പാടുന്നത്? ഇത്ര സന്തോഷം കിട്ടാൻ തന്നെ കാര്യം? If anyone would have come and asked them why you're singing song, is there a reason for your rejoicing? അടി കൊണ്ട് മുറി കൊണ്ട് ആ മുറിവിലൂടെ രക്തം വീഴുന്നുണ്ട്. They have beaten them and the blood is dripping from their wounds. അവരുടെ കാലും കൈയും ഒക്കെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. Their hands and their feet are put into the stocks. ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഒക്കുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല. They don't have any hopes of leaving this place. സന്തോഷിക്കാൻ സ്വാഭാവികമായിട്ട് വികാരപരമായി തോന്നാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യം. There is no reason for them to rejoice. സമയമാണെങ്കിൽ അർദ്ധരാത്രിയാകുകയും ചെയ്തു. Time has already become midnight. ആ സമയത്തുണ്ട് പാട്ട് പാടി. At that time they were singing songs to God. നമുക്കറിയാം അവര് പാട്ടുപാടി. ചുരുക്കത്തില് ആ സാഹചര്യം നമുക്ക് തുടർന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. Yeah, we know that situation where then they prayed and then they were delivered. കണ്ടോ, ഇവര് അവരുടെ സാഹചര്യത്തിനുപരിയായിട്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞത് അവർ കർത്താവിൽ അവരുടെ സന്തോഷം കണ്ടെത്തി എന്നുള്ളതാണ്. They could rejoice in the situation beyond the situation because they found the joy in Christ Jesus. ഇതുപോലെ മറ്റൊരു സാഹചര്യം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. There's another such message in Acts chapter 5. 5-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം നോക്കുക. 5 verse 41. അവിടെയും ആ പശ്ചാത്തലം ഞാൻ വായിക്കുന്നില്ല, പറയാം. I'm not reading that verse, I'm just summarize it. അവിടെ അപ്പോസ്തലന്മാരെ വരുത്തി അവര് അടുപ്പിച്ചു. They called the apostles and beaten them. എന്നിട്ട് മേലാൽ യേശുവിന്റെ നാമത്തെ പ്രസംഗിക്കരുതെന്ന് കർശനമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി താക്കീത് ചെയ്തു. And told them not to speak in the name of the God. തുടർന്ന് തൊട്ടടുത്ത വാക്യം വായിക്കുക. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. In verse 41 it says they went on their way from the presence of the council rejoicing that they have been considered worthy to suffer shame for his name. ഇവിടെ അപ്പോസ്തലന്മാർ എന്താ ചെയ്തത്? What did apostles do here? അവരെ അടുപ്പിച്ചു. They were beaten. ഭീഷണിപ്പെടുത്തി. They were ഭീഷണിപ്പെടുത്തി അവരെ താക്കീത് ചെയ്തു. They were commanded not to talk about God. ഇതെല്ലാം ഉണ്ട്. വികാരപരമായിട്ട് സന്തോഷിക്കാനോ ഒന്നും തോന്നാത്ത സാഹചര്യം. In emotional wise they don't feel like rejoicing. പക്ഷെ അവര് കർത്താവിൽ അവരെ തന്നെ കണ്ട് അതിൽ ആ സമ്പന്നതയിൽ അവര് ദൈവത്തിൽ സന്തോഷിച്ചു എന്നാണ്. But they saw themselves in Christ and they rejoiced in that.
പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനങ്ങളിലെ പല രംഗങ്ങളും പല സങ്കീർത്തനങ്ങളും ആരംഭിക്കുന്നത് ചിലപ്പോൾ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ്. Dear ones, we read many psalms in the Old Testament. It starts with a cry. എന്നാൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ ദൈവം തനിക്കായിട്ട് ചെയ്ത നന്മകളെയൊക്കെ കാണാൻ തുടങ്ങും. After some time, we read that we see that he sees what God has done for him and then start rejoicing. അപ്പോൾ ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ പാട്ടോടും സംഗീതത്തോടുമാണ് When അവസാനം. the psalms end, it will be ending with the song and praise to God. ദാവീദിന്റെ ഒരു സങ്കീർത്തനം, 5-ാമത്തെ സങ്കീർത്തനം ഒന്ന് നോക്കുക. Let's look at the psalms of Psalms which David has written. Psalms 5. അവിടെ 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളൊക്കെ കണ്ടോ? അവിടെ അവര് ദാവീദിനെതിരെ അവരുടെ ഹൃദയം അന്തരംഗം നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരെ എന്നെ ഉപദ്രവിക്കുന്നു, അവരെ കുറ്റം വിധിക്കണേ എന്നൊക്കെയാണ് താനെ പറഞ്ഞ് ആ സങ്കീർത്തനം തുടങ്ങി മുന്നോട്ട് പോകുന്നത്. In the Psalms 5 verse 9 and 10, there it says that their inward part is destruction, their thought is open grave, hold them guilty, O God. എന്നാൽ ആ രംഗം വന്നു കഴിഞ്ഞപ്പോൾ ആ പശ്ചാത്തലം ദുഃഖിക്കാനുള്ള സാഹചര്യമാണ്. The situation was to be sad. എന്നാൽ സങ്കീർത്തനക്കാരൻ അവിടെ അങ്ങനെ തുടക്കത്തിൽ ദുഃഖിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മുഖം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. But even though the psalmist was sad at that time, when he looked unto the Lord, and അതുകൊണ്ട് ആ സങ്കീർത്തനം അവസാനിക്കുന്നത് കണ്ടോ, 11-12 വാക്യങ്ങൾ. So if we read verse 11 and 12, അവിടെ 11 എല്ലാവരും സന്തോഷിക്കും, ആനന്ദിച്ചാർക്കും, ഉല്ലസിക്കും, അനുഗ്രഹിക്കും. it says, those who take refuge in you be glad, when they sing for joy, they will exalt in him. നമുക്ക് സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും ഉല്ലാസത്തോടെയാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. The psalm ends with gladness and joy. എന്താ കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർത്തത്? What made it different for him? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നത് പോലെ ആ സങ്കീർത്തനക്കാരൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. The psalmist looked unto the Lord. അപ്പോ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാലോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാൻ എന്താ നമുക്ക് ചെയ്യാവുന്നത്? When we conclude, let's see what we can do in our practical life to be rejoicing always. എപ്പോഴും സന്തോഷിപ്പീൻ എന്നത് യാഥാർത്ഥ്യമാക്കാൻ നാം എന്ത് ചെയ്യണം? To rejoice always, what we have to do in our life? ഒന്നാമത് നമ്മള് വികാരത്തിൽ നമ്മൾ സന്തോഷിക്കാൻ അല്ല ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കണം. First of all, we should understand that God didn't want us to rejoice in our emotions. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനം, ആ സമ്പന്നത, ആ ക്രിസ്തുവേശുവിൽ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കാനാണ്. We are called to rejoice in the Lord, in the richness which is there in Christ Jesus. അതൊരു വികാരത്തിനപ്പുറത്തൊരു നിലപാടാണ്. That is beyond an emotion, it is a decision we take. അതൊരു തോന്നലിനപ്പുറം ഒരു തീരുമാനമാണ്. That is not just a thought, it is a decision what we have to take. അങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും ഒക്കെ ജീവിച്ചത് എന്നാണ് നമ്മൾ കണ്ടത്. That's how the apostles in first century lived. അപ്പോ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് ദൈവം പറഞ്ഞതുപോലെ 1 തെസ്സലോനിക്കർ 5:16 യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? What we have to do to make this practical in our life was Thessalonians chapter 5 verse 16. 2 കാര്യങ്ങൾ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. Can do 2 things, that's what I think. ഒന്നെന്ന് പറയുന്നത്, ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പന്നതയിൽ നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യുക. Let's focus on what God has given us in Christ Jesus. കർത്താവിൽ എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്? What all God has given in Christ Jesus. 1 കൊരിന്ത്യർ 1:30 നമ്മൾ ഓർക്കുന്നുണ്ട്. 1 Corinthians chapter 1 verse 30. ഗലാത്യർ 2:20 നമ്മൾ ഓർക്കുന്നുണ്ട്. Galatians chapter 2 verse 20. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെ കർത്താവിലാക്കി വെച്ചിരിക്കുമ്പോൾ അതിലുള്ള കർത്താവിലുള്ള സമ്പന്നത കണ്ട് നമുക്ക് സന്തോഷിക്കാൻ തീരുമാനിക്കണം. ഇതാണ് ഒന്നാമത് വേണ്ടത്. When we are in Christ Jesus, we see the joy what is therein and then decide to rejoice in him. നമുക്ക് ദൈവം തന്നിട്ടുള്ള സമ്പന്നതകൾ എന്തൊക്കെയാണ്? What are the riches what God has given us? അത് ഏറ്റവും വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം പുതിയ നിയമത്തിലെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ
ചില വാക്യങ്ങളാണ് എന്ന് എനിക്ക് We തോന്നുന്നു. read that in Ephesians chapter 1, അതിന്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. verse 3 to 14. അത് ഒറ്റ വായനയ്ക്ക് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. If we just read once, we may not understand it. നിങ്ങൾ വീട്ടിൽ പോയി സമാധാനമായിട്ട് ആ കാര്യങ്ങൾ വായിച്ചാൽ ദൈവം നമുക്കായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചിത്രം നമുക്ക് കിട്ടും. If you go home and read this peacefully, then you will understand what God has given us. അവിടെ ദൈവം നമുക്കായിട്ട് എന്തെല്ലാം ചെയ്തു. What all God did for us. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. Before the foundation of this world, He chose us. നമ്മെ മുൻ നിയമിച്ചു. He predestined us. നമ്മളെ ദത്തെടുത്തു. He adopted us. നമ്മളെ സൗജന്യമായി ദൈവകൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു. He bestowed on us the grace freely. വീണ്ടെടുപ്പ് നമുക്ക് തന്നു. Gave redemption for us. നമ്മുടെ എല്ലാ പാപങ്ങളുടെയും മോചനം തന്നു. He gave forgiveness for our sins. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടു. He has given us the Holy Spirit. പ്രിയപ്പെട്ടവരെ നോക്കുക, എത്ര കാര്യങ്ങളാ. 9 കാര്യങ്ങൾ ഞാൻ വെറുതെ വളരെ വേഗത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. There are 9 things here. I just noted them down. അതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കല്പിക്കാൻ പോലും കഴിയാത്തവണ്ണം ദൈവം നമ്മളോട് കാണിച്ച കരുണയാണ്. These are things which we cannot just imagine in our life. It's something God's mercy that He has given us this. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു. God has chosen us before the foundation of the world. നമ്മളെ മുൻ നിയമിച്ചു. He predestined us. നമ്മളെ ദത്തെടുത്തു. He adopted us as sons. നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടു. He sealed us in Holy Spirit, with the Holy Spirit. നോക്കുക, എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ അക്കൗട്ട് നമ്മൾ പറഞ്ഞു പോയാൽ 9ഓളം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായി. There are 9 things which has been written here, what God did for us. ഈ കാര്യങ്ങളെല്ലാം വേറൊരാടെ അല്ല, നമ്മുടേതാ. This is not for somebody else, it is for us. ഈ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെ? If we see all this, how can we not rejoice? അപ്പോ ഈ ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സമ്പന്നതയിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സന്തോഷിക്കുക. Let's focus on the riches what is there in Christ Jesus. ഇതാണ് ഒന്നാമത് ഞാൻ പറഞ്ഞ ഒരു കാര്യം. That is the first thing I said. രണ്ടാമത്, ആത്മാവിൽ നടക്കണം ദിനംതോറും, ജഡത്തിലല്ല. Secondly, we have to walk in the spirit, not in our flesh. ആത്മാവിൽ നടക്കുന്നവർക്ക് എന്തുണ്ട്? If we walk in the spirit, what will happen? ആത്മാവിൽ നടന്നാൽ ആത്മാവിന്റെ ഫലമുണ്ട്. If we walk in the spirit, we'll have the fruits of the spirit. ആത്മാവിന്റെ ഫലത്തിൽ ഒരു ഫലത്തിന്റെ കാര്യം ഗലാത്യർ 5 നമ്മൾ കാണുന്നുണ്ട്. In Galatians chapter 5, we read about one fruit of the spirit. 5ന്റെ 22ാമത്തെ വാക്യം. 5 verse 23. അവിടെ 22ാമത്തെ വാക്യത്തിൽ Verse കണ്ടോ? 22, verse 22. 22ാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. In verse 22, we see the fruit of the spirit is joy. കണ്ടോ, ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സന്തോഷമാണ്. The fruit of the spirit is joy. നമ്മള് ആത്മാവിൽ നമുക്ക് നടക്കാനൊക്കും, ജഡത്തിലും നടക്കാനൊക്കും. We can walk in the spirit and we can walk in our flesh. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, We all are born again. വിശ്വാസികളാണ്. We are all believers. എന്നാൽ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ജഡത്തിൽ നിന്ന് നമുക്ക് പ്രതികരിക്കാം. When different situation happens in our life, we can react from our flesh. ജഡം നമ്മളോട് പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് പെരുമാറാൻ കഴിയും. We can think that what flesh is saying is true and then behave like that. മുമ്പേ പറഞ്ഞ സാഹചര്യം നോക്കുക, എല്ലാവരും കൂടി നമ്മളെ ഉപദ്രവിക്കുകയും അടിക്കുകയും കാരാഗ്രഹത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. Look at the situation which we described earlier. The people beat them and put them into prison. ആ സാഹചര്യം വരുമ്പോ ജഡം നമ്മളോട് പറയും, നീ വിട്ടുകൊടുക്കരുത്, നീ എന്തോ വേണം, നിന്റെ കാര്യം ഇനി ശരിയാകുകയില്ല, നിന്റെ കാര്യം വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ദുഃഖത്തിലേക്ക് തള്ളിവിടത്തക്കവണ്ണം നിരാശാഭരിതമായ കാര്യങ്ങളാണ്. When such situation happens, the flesh will tell us that nothing is going to work good for you. You are going to make you discouraged. എന്നാൽ നമ്മിൽ എന്തുണ്ട്? നമ്മിൽ ആത്മാവുണ്ട്. But there is spirit also in us. ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു. The Holy Spirit lives in us. ഈ പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് നമ്മിലുണ്ട്. Through the Holy Spirit, Christ Jesus lives in us. ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ മന്ത്രിക്കുന്നുണ്ട്. In this situation, the Holy Spirit also is talking to us.
പരിശുദ്ധാത്മാവ് എന്താ മന്ത്രിക്കുന്നത്? What does the Holy Spirit talk to us? മകനെ മകളെ, ഈ സാഹചര്യം വളരെ വിഷമം പിടിച്ചതാണ്. Dear son and daughter, this situation is very difficult. നിനക്ക് സ്വാഭാവികമായിട്ട് ദുഃഖവും നിരാശയും വിഷമവും ഇവരോട് പകയും തോന്നാവുന്ന സാഹചര്യമാണ്. Naturally, you feel discouraged and then feel angry about them. എന്നാൽ ദൈവം നിനക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിന്നെ കർത്താവിലാക്കി വെച്ചിരിക്കുന്നു. What all God has done for you, God has kept you in Christ Jesus. അത് കണ്ട് ഇവരോട് ക്ഷമയോടും സ്നേഹത്തോടും പെരുമാറുകയും നീ സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യുക. Seeing that you forgive these people and then we rejoice in Him. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മന്ത്രണമാണോ കേൾക്കുന്നത്, ജഡത്തിന്റെ മന്ത്രണമാണോ? Are we listening to what Holy Spirit is saying to us or the flesh is saying to us? ആത്മാവിന്റെ മന്ത്രണം നമ്മൾ കേട്ടാൽ അത് നമ്മളെ കൂടുതൽ ആത്മീയരാക്കും. We listen to what Spirit is saying, that will make us spiritual. ജഡത്തിന്റെ മന്ത്രണത്തിന് നമ്മൾ ചെവി കൊടുത്താൽ നമ്മളെ കൂടുതൽ ജഡീകരായിത്തീരും. If we listen to what flesh is saying, then we'll become fleshly. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. The choice is for us. നമ്മള് ആത്മാവിന്റെ മന്ത്രണം അതിന് ചെവി കൊടുത്ത് അതിനനുസരിച്ച് പെരുമാറിയാൽ, If we listen to what the Spirit says and behave as what the Spirit says, നമ്മൾ കൂടുതൽ ആത്മീയരായിത്തീരും. we'll become more spiritual. അടുത്ത് പിന്നെ മറ്റൊരു സാഹചര്യം വരുന്നു. Then another situation is coming. ആ സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ മന്ത്രണത്തിന് ചെവി കൊടുത്ത് ആ നിലയിൽ പെരുമാറിയാൽ നമ്മൾ കൂടുതൽ ആത്മീയരായിത്തീരും. Then another situation comes, and if we listen to what Spirit says and obey it, then we'll become more spiritual. അങ്ങനെ ആത്മീയതയിൽ നിന്ന് ആത്മീയതയിലേക്ക് വളർന്ന് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയാണ് പരിശുദ്ധാത്മാവിന്റെ മന്ത്രണങ്ങൾ നമുക്ക് തരുന്നത്. Here we see a thing that if we obey God, Holy Spirit, each day, each situation after situation, then we'll grow from spirituality to spirituality. എന്നാൽ നമ്മിൽ പലരും പരിശുദ്ധാത്മാവിന്റെ ഒന്നോ രണ്ടോ മന്ത്രണത്തിന് ചെവി കൊടുത്ത് ആ നിലയിൽ പെരുമാറും എന്നുള്ളത് ശരിയാണ്. Many of us will listen to one or two of what Spirit says to us. എന്നാൽ കൂടുതലും ഈ ജഡം പറയുന്ന വിട്ടുകൊടുക്കരുത്, നിന്റെ കാര്യം പ്രശ്നമാണ്, അവരോട് പകയോടെ പെരുമാറുക, ഇങ്ങനെയൊക്കെ ഉള്ളതിനോടാണ് കൂടുതലും, അതാണ് കേൾക്കുന്നതും അതാണ് സ്വീകരിക്കുന്നത്. Many times we listen to what the flesh says, that don't give up, and we listen to that and then we do obey that. അങ്ങനെ ആത്മാവിൽ ജീവിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പ്രായോഗികമായി എന്ന് വരുന്നില്ല. But we see many times we are not living according to the Spirit. കാരണം വികാരത്തിൽ നമുക്ക് അന്നേരം അവരോട് വൈരാഗ്യവും വിഷമവും ഒക്കെ തന്നെയാണ് തോന്നുന്നത്. In our emotion we feel angry and hatred against people. നമ്മുടെ വികാരത്തിനനുസരിച്ച് ജീവിക്കാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. God has not called us to live according to our emotions, ദൈവവചനം അനുസരിച്ച് ജീവിക്കാനാണ് നമ്മളെ, but to live according to God's word. പരിശുദ്ധാത്മാവ് ആ സമയത്ത് നമ്മളോട് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരോട് ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക, നീ ദൈവം നിനക്ക് തന്ന സമ്പന്നത കണ്ട് സന്തോഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ വായിച്ച ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Holy Spirit is saying to us to give up or forgive them based on what God's word is saying to us. നമ്മൾ അത് സ്വീകരിച്ചാൽ നമ്മൾ ആത്മീയരായി തീർന്നുകൊണ്ടേയിരിക്കും. If we accept that, then we'll become spiritual. ജഡത്തിന് ചെവി കൊടുക്കാതിരിക്കുക. Don't give ear to what flesh is saying. ആത്മാവിന്റെ വളരെ ചെറിയ മന്ത്രണമാണ്, പക്ഷെ അത് ദൈവവചനത്തിന് അടിസ്ഥാനത്തിലായിരിക്കും. Yeah, what Spirit says is very softly, but it is according to God's word. കർത്താവിനെ ഇതിനേക്കാളും അവർ ഉപദ്രവിച്ചിട്ടും കർത്താവ് ക്രൂശിൽ കിടന്ന് അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ മോനെ, നീയും ക്ഷമിക്കാമല്ലോ. ഇതാ പരിശുദ്ധ Holy Spirit says that Christ Jesus, when he was on the cross, even though they did many harm to him, he forgave them. Like that, you can also forgive these people. പരിശുദ്ധാത്മാവ് ഇത് പറയുമ്പോൾ അത് സ്വീകരിച്ച് കർത്താവ് എനിക്ക് മാതൃകയായി ഉണ്ട്, മുന്നോടിയായി ഉണ്ട് എന്നുള്ള ആ കാര്യം ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിന്റെ മന്ത്രണത്തിന് ചെവി കൊടുത്താൽ നമ്മൾ കൂടുതൽ ആത്മീയരായി തീരും. If we listen to what the Spirit says and then obey that, then we'll become more spiritual. എന്ന് മാത്രമല്ല, ആത്മാവിനെ അങ്ങനെ അനുസരിക്കുമ്പം എന്ത് സംഭവിക്കും? Not only that, if we start obeying the Spirit, ആത്മാവിന്റെ ഫലമായ സന്തോഷം നമുക്ക് നമ്മുടെ വികാര തലത്തിൽ നമുക്ക് ഉണ്ടായി വരികയും ചെയ്യും. Then the fruit of the Spirit, the joy will come in our emotion also. അതായത് ഒരു ചെടി ഉണ്ടായാൽ ഉടനെ
അതിന് ഫലം ഉണ്ടാകുകയില്ല. If we plant a tree, the fruits won't come that time only. ഫലം ഉണ്ടാകാൻ കുറച്ചൊരു സമയമെടുക്കും. There's a time, there's a lag when the fruit comes. നമ്മൾ ഈ കാര്യത്തിൽ ഗൗരവത്തോടെ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ മന്ത്രണത്തിന് ചെവി കൊടുക്കുകയും അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാകും? ഈ ആത്മാവിന്റെ ഫലമായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു. If we start obeying to what the Spirit says, then we'll see the fruit of the Spirit, the joy will come in our life also. ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോയാൽ ജോൺ വെസ്ലിയുടെ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു. I remember what John Wesley mentioned. ജോൺ വെസ്ലി നമുക്കറിയാവുന്ന അദ്ദേഹം ഏറ്റവും വലിയ ഒരു ആത്മീയനായ ഒരാളായിട്ടാണല്ലോ. John Wesley was a spiritual man, that's what we know. എന്നാൽ അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് 13 വർഷം മുമ്പ് അദ്ദേഹം ഒരു പോർട്ടറെ കൂടെ സംസാരിച്ചതിനെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13 years before he was born again, he spoke to one of the porter. ജോൺ വെസ്ലി അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. He was not born again at that time. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു സ്കൂളിലെ ഒരു പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ അദ്ദേഹം ശ്രദ്ധിക്കാനിടയായി. He noticed a porter who was working in a school. ആ പോർട്ടർ എപ്പോഴും സന്തോഷവാനായിട്ടായിരിക്കുന്നു. He was always happy person. അപ്പോ അന്വേഷിച്ചോടനെ അവൻ വളരെ സന്തോഷമായ കാര്യം അവനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് എന്ന് മനസ്സിലായി. When John Wesley asked him, then he said that he's a Christian. അപ്പോ നോക്കിയപ്പോ ഇവൻ ആകെപ്പാടെ ഒരൊറ്റ കോട്ടേ ഉള്ളൂ. When John Wesley looked at him, he had only one coat. മഴയത്തും വെയിലത്തും എല്ലാം ഒരൊറ്റ കോട്ടേ ഉള്ളൂ. With sun or rain, he wears only one coat. പുറത്ത് പോയി മഴ നനഞ്ഞ് ആ കോട്ട് നനഞ്ഞു വന്നാലും മാറി വേറൊരു കോട്ട് ഇടാൻ ആകെ ഒറ്റ കോട്ടേ ഉള്ളൂ. He doesn't have a coat to change. ഒരു ദിവസം ജോൺ വെസ്ലി ഈ പോർട്ടറെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നേരം വെളുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം മുതൽ രാത്രിയാകുന്നവരെ ഒന്നും കഴിച്ചിട്ടില്ല. One day he noticed that this porter has not eaten anything from breakfast to the dinner. അതായത് കഴിക്കാൻ ഭക്ഷണം വാങ്ങിക്കാൻ അവന്റെ കയ്യിൽ പണമില്ല. The porter doesn't have money to buy food. എന്നാ ജോൺ വെസ്ലി രാത്രിയിലെ ഡിന്നറിന്റെ സമയം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഇവൻ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നടക്കുന്നു പോകുന്നു. John Wesley, after having dinner, he comes out, he sees that porter is happy. ജോൺ വെസ്ലി ഉടനെ ആ പോർട്ടറെ വിളിച്ചു. He called that porter. സുഹൃത്തെ, എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. I want to ask you something. താങ്കൾക്ക് ആകെപ്പാടെ ഒരു കോട്ടയുള്ളൂ. You have only one coat. അത് തന്നെ കീറിയതാ. That is also torn. നിങ്ങൾ ഇന്ന് നേരം വെളുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചയ്ക്ക് ഭക്ഷണമോ വൈകുന്നേരം ഡിന്നറോ കഴിച്ചിട്ടില്ല. You have not eaten your breakfast, lunch or dinner today. എന്നിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് ഒരു കുറവുമില്ലല്ലോ. എന്താ കാര്യം? Wow. How can you be joyful like this? എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ ഒക്കുന്നത്? How can you be rejoice like this? അപ്പോ പോർട്ടർ അതിന് 3 കാര്യം പറഞ്ഞു. The porter said 3 things. പോർട്ടർ പറഞ്ഞു, ഒന്നെന്ന് പറയുന്നത് ഞാന് എന്നെ ദൈവം സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്തു എന്നുള്ളത്. One thing is that God has redeemed me and എന്നെ വീണ്ടെടുത്തു, എന്നെ തന്റെ മകനാക്കി തീർത്തു. redeemed and made me his son. രണ്ടാമത് ഈ കർത്താവിനെ സ്നേഹിക്കാൻ എനിക്കൊരു ഹൃദയം തന്നു. He gave me a heart to love the Lord. മൂന്നാമത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കൊരു മനസ്സ് തന്നു. And he gave me a mind to serve the Lord. ഈ 3 കാര്യങ്ങൾ ഉള്ളപ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കാതെ എനിക്ക് എന്നാ വേറെ മാർഗം? If these 3 things are there, then I should be happy. കണ്ടോ, പോർട്ടർ പറഞ്ഞ കാര്യം വ്യക്തമായോ? Did you understand what the porter said? കോട്ടിന്റെ കാര്യമോ ഭക്ഷണം കിട്ടാത്തതോ ചായ കിട്ടാത്തതോ ഒന്നുമല്ല പോർട്ടറുടെ ശ്രദ്ധയിലുള്ളത്. He is not worried about the coat or he didn't have food. ജോൺ വെസ്ലിയെ ഈ പോർട്ടറുടെ നിലപാട് വളരെ സ്വാധീനിച്ചു എന്ന് പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. John Wesley has written that this porter's decision had influenced him a lot. പ്രിയപ്പെട്ടവരെ, നോക്കുക, ആ പോർട്ടർ പറഞ്ഞത്, ഞാന് ദൈവത്തിന്റെ മകനാകാനായിട്ട് ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു, ദത്തെടുത്തു. God has chosen us before the foundation of this world and he predestined and adopted me. എന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. He has sealed me with the Holy Spirit. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് എന്റെ മേൽ He ചൊരിഞ്ഞിരിക്കുന്നു. has freely bestowed the grace upon me. ഇതൊക്കെ എത്ര വലിയ കാര്യമാണ്. ഇതാണ് സന്തോഷിക്കാനുള്ള ഒരു കാര്യം. These are very big things and that's one reason for me to rejoice. രണ്ടാമത്, ഈ കാര്യം കണ്ടെത്തി ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കൊരു അവസരം ദൈവം തന്നല്ലോ. God gave me an opportunity to see this and then love the Lord. ഈ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കൊരു മനസ്സും തന്നല്ലോ. And God gave me a mind to serve the Lord. എനിക്ക് ഒത്തിരി കഴിവില്ല. I don't have many abilities. എനിക്ക് ആകെപ്പാടെ ഒരു കോട്ടേ ഉള്ളൂ. I have only one coat.
ഭക്ഷണം പലപ്പോഴും കഴിക്കാൻ I ഒക്കുന്നില്ല. don't have money to buy food many times. വികാരപരമായിട്ട് നോക്കിയാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുമായിട്ട് ചേർത്ത് നിന്ന് ചിന്തിച്ചാൽ ഈ പോർട്ടർക്ക് സന്തോഷിക്കാൻ ഒരു കാര്യവുമില്ല. We look at the emotional level, then we see that there is no reason for him to rejoice. പക്ഷെ അവന് അവന്റെ മനസ്സിനെ എവിടെ വെച്ചിരിക്കുന്നു? But where did he keep his mind? അവൻ ജഡത്തിലല്ല, മറിച്ച് ആത്മാവിൽ വെച്ചിരിക്കുന്നു. He has not kept his mind on the flesh, but on the spirit. ആത്മാവ് ഇവനെ ദൈവം നിനക്കായിട്ട് ചെയ്ത കാര്യങ്ങളും നിനക്കായിട്ട് ചെയ്ത സമ്പന്നതയും ഒക്കെ ഓർപ്പിക്കുമ്പോൾ അവൻ The സന്തുഷ്ടനാണ്. spirit reminds him of what God has done for him, and he is rejoicing. അതേസമയം ജഡം മറുവശത്ത് നിന്ന് നിനക്കിന്ന് ഭക്ഷണം കിട്ടിയിട്ടില്ല, രാത്രി പോലും ഒന്നും കിട്ടുന്ന മട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ മറുവശത്ത് ശ്രമിക്കുന്നുണ്ട്. But on the other side, the flesh says that you don't have a coat or you don't have food. പക്ഷെ അവൻ ജഡത്തിന്റെ മന്ത്രണത്തിന് ചെവി കൊടുക്കുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ മന്ത്രണത്തിന് ചെവി He is കൊടുക്കുന്നു. not listening to what the flesh says, and he listens to what the spirit says to him. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ നിലയില് പരിശുദ്ധാത്മാവിന്റെ മന്ത്രണത്തിന് ചെവി കൊടുത്ത് ജഡത്തെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നതാണ് സന്തോഷമായി ജീവിക്കാനുള്ള രണ്ടാമത്തെ മാർഗം. Dear ones, if we listen to the spirit and obey it, and we don't listen to what the flesh says, this is a secret for us to live a happy life. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ സമയമായി. Let me conclude. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം നമുക്കൊക്കെ പരിചിതമായ ഒരു വാക്യം. Nehemiah chapter 8 verse 10 is a familiar verse. അവിടെ ഒരു പ്രയോഗം മാത്രമാണ്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകും. There is one phrase, the joy in the Lord is your strength. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിലുള്ള സന്തോഷം ഒരു ബലം. The joy in the Lord is our strength. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക. നെഹമ്യാവിന് സന്തോഷിക്കാവുന്ന സാഹചര്യം ഒന്നുമല്ല അത്. Dear ones, if you read that part, then you see that there's no reason for Nehemiah to rejoice. അവിടെ നെഹമ്യാവിനോട് കൂടെയുള്ള ഇസ്രായേൽ മക്കൾക്കും സന്തോഷിക്കാവുന്ന സാഹചര്യം ഒന്നുമല്ല. There is no reason for the Israelites also to celebrate. രണ്ട് ശത്രുക്കള്, സൻബല്ലത്ത്, തോബിയാവ് എന്നൊക്കെ പറഞ്ഞ രണ്ട് പേര് ഇവർക്കെതിരെ ഒത്തിരി പരിപാടികൾ ചെയ്യുക. There are two enemies who is fighting against them. സൻബല്ലത്ത്, തോബിയാവ്. സൻബല്ലത്ത് ആൻഡ് തോബിയാവ്. Sanballat and Tobiah. ഇവരൊക്കെ ഉപദ്രവിക്കുന്ന ഘട്ടം. They are fighting against them. ഈ സാഹചര്യത്തിലും നെഹമ്യാവും ഇസ്രായേൽ മക്കളും തീരുമാനിച്ചത് എന്താ? തങ്ങള് യഹോവയെങ്കിൽ സന്തോഷിക്കും. In this situation also, what this Nehemiah and the Israelites decided, they'll rejoice in the Lord. എന്നിട്ട് അവര് പറയുക, ഈ യഹോവയെങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലം. They are saying the joy in the Lord is our strength. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള ബലം കർത്താവിലെ സന്തോഷം. The dear ones, for us to live in this world, that's a joy, and the Christ is our strength. ലോകത്തിന് നമ്മുടെ ഈ സന്തോഷം മനസ്സിലാവുകയില്ല. The world doesn't understand our joy. അയൽക്കാർക്ക് ഇത് മനസ്സിലാവുകയില്ല. Our neighbors won't understand this. ഓഫീസിലുള്ളവർ പറയുക, ഇവൻ മാത്രം ഈ പ്രശ്നം ഒന്നും ഉണ്ടായിട്ട് ഇവൻ മാത്രം ഇതിൻ്റെ അകത്ത് ഞങ്ങളെ പോലെ ദുഃഖിക്കുകയും വിഷമിക്കുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ, അവർക്ക് മനസ്സിലാകുന്നില്ല. The people in the office also don't understand how we can rejoice when the situation is bad. നമ്മള് അതിന് കാരണം എന്താണ്? What is the reason for that? രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. We said two things. ഒന്ന്, ദൈവം നമുക്കായി ചെയ്തിട്ടുള്ള ആ സമ്പന്നതയെ കാണുക. To see what God has done for us. അതിൽ ദിവസം തോറും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Let's focus on that. എഫേസ്യർ 1:3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എത്ര വിശദമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു. Ephesians chapter 1 verse 3 to 14, it has been described there. രണ്ടാമത്, നമ്മള് ദിവസം തോറുമുള്ള ജീവിതത്തിൽ ജഡത്തിന്റെ മന്ത്രണങ്ങളെക്കാൾ പരിശുദ്ധാത്മാവിന്റെ മന്ത്രണങ്ങളെ അനുസരിക്കുക. In day-to-day life, don't listen to what the flesh says, but to obey what the Spirit says to us. കർത്താവിന് കീഴടങ്ങുക. Be surrender to the Lord. കർത്താവിൽ തന്നെ വസിക്കുക. Live in the Lord. Abide in the Christ. കർത്താവിൽ നിന്ന് മാറിപ്പോകരുത്. Don't move away from the Lord. കർത്താവിലായിരിക്കുന്നിടത്തോളം ക്രിസ്തുയേശുവിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ട് If കഴിയും. we are in Christ Jesus, then we can rejoice always. ഈ നിലയില് ജീവിപ്പാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. Let's surrender our life to the Lord to live like this. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you all with this verse. Thank you.